ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിലിരുന്നാട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഒരു സൂപ്പർ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്, രാത്രിയിലിരുന്ന്. കാരണം അത് രാത്രിയിൽ നിങ്ങളെ അതൊന്ന് കാണിച്ചാലാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ നേരത്തെ ഇതിന്റെ വേറൊരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഫിലിപ്സിന്റെ ഫ്ലാഷ് ലൈറ്റ് ആണ്. ഇപ്പൊ ഈ രണ്ട് മോഡലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു മോഡലും കൂടെ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും വലിപ്പം ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നിൽക്കുന്നത്. അതിപ്പോ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കുവാണ്. അല്ലെങ്കിൽ ഞാൻ അതും കൂടെ ഇതിന്റെ കൂടെ കാണിക്കാമായിരുന്നു. അപ്പൊ ഇത് അതിന്റെ ഏറ്റവും വലിയ മോഡല്, ഇത് ചെറിയ മോഡല്. ഇതിന്റെ ഇടയ്ക്കുള്ള മോഡലാണ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നത്. 1 കിലോമീറ്ററോളം ദൂരം വെളിച്ചം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് വെറുതെ പറയുന്നത്, തള്ളാണ്, ഫേക്കാണ്, ടോർച്ചിനൊക്കെ ഇത്രയും വിലയോന്ന്. അപ്പൊ ഇത് ഞാൻ ഈ രാത്രിയിൽ ഒന്ന് തെളിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് വെറുതെ ആയിരുന്നോ എന്നുള്ളത്. ഇത് അതിലും വെളിച്ചം കൂടിയ ടോർച്ചാണിത്. നമ്മൾ ആദ്യം കണ്ട മോഡലിന്റെ കൂടിയ മോഡലാണിത്. അതിലും വെളിച്ചം, ഒരു പ്രദേശം മൊത്തം കാണാവുന്ന അത്ര വെളിച്ചമുണ്ട്. കാരണം ഇത്ര ആവേശത്തോടെ ഞാൻ പറയുന്നതിന്റെ കാര്യം, ഇത് നമുക്ക് സ്റ്റോക്ക് വന്നപ്പം ഞാൻ ഷോപ്പിൽ വെച്ച് തന്നെ ഒന്ന് തെളിച്ച് നോക്കി. അപ്പൊ നമ്മുടെ ഷോപ്പ് നല്ല വെളിച്ചമുള്ള ഷോപ്പാണ്. അവിടെ വെച്ച് തെളിച്ചപ്പോൾ ഇത് ഭയങ്കര പ്രകാശം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, ഇത് ഏതായാലും രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഇരുട്ടത്ത് തെളിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നു. ഇപ്പൊ ഞാൻ രാത്രി ഇവിടെ വന്ന് വെച്ച് പുറത്തിറങ്ങി തെളിച്ചു നോക്കി, ഒരു പ്രദേശം മൊത്തം കാണാം. ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. അത്രയ്ക്കും പ്രകാശമുള്ള ടോർച്ചാണ്. അത്രയ്ക്കും നമുക്ക് ദൂരേക്ക് കിട്ടുകയും ചെയ്യും, ലെങ്തും കിട്ടും, വൈഡും കിട്ടും. അത്രയ്ക്കും നല്ലൊരു ടോർച്ചാണ്. അപ്പൊ ഞാൻ ആദ്യം ഈ വലുത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു വലിയ ടോർച്ചിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ LED വന്നിരിക്കുന്നത് 60 വാട്ടാണ്. ഇതിന്റെ LED വരുന്നത് 30 വാട്ട്. അപ്പൊ ഞാൻ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് പറയാവേ. വലുതിന്റെ ബാറ്ററി 4500 മില്ലി ആംപിയർ, ചെറുതിൻ്റെത് 2200 മില്ലി ആംപിയർ. ഇതിന്റെ ലൂമൻ വരുന്നത് അപ് ടു 2000 ലൂമൻ ആണ്. ഇതിന്റെ അപ് ടു 1450 ലൂമൻ. ഇത് കവറേജ് അപ് ടു 680 മീറ്റർ ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ടോർച്ചിന് അവർ കവറേജ് പറഞ്ഞിരുന്നത് അപ് ടു 900 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ കവറേജ് പറയുന്നത് 680 മീറ്ററും ഇതിന്റെ കവറേജ് 600 മീറ്ററുമാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതിലും ചെറിയ മോഡലിന് 900 മീറ്ററോളം കവറേജ് കിട്ടി, ഇതിന് എന്തുകൊണ്ടാണ് കുറവെന്ന്. പക്ഷെ ഇതിന് അതിലും പ്രകാശമുണ്ട്. നമ്മൾ ഇരുട്ടത്ത് തെളിച്ച് നോക്കുമ്പം മറ്റേ 900 മീറ്റർ ദൂരം കിട്ടുന്ന അതിനേക്കാളും കുറച്ചുകൂടെ പ്രകാശമുണ്ട്. ഇതിന്റെ LED വാട്ട് കൂടുതലാണ്. അതുകൊണ്ട് അതിലും വെളിച്ചം ഇതിന് ഈ ഒരു ടോർച്ചിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ റണ്ണിങ് ടൈം 4 to 19 അവേഴ്സ്. ഇതിന്റെ റണ്ണിങ് ടൈം പറയുന്നത് 1.5 to 12 അവേഴ്സ്. പിന്നെ ചാർജിങ് ടൈം 4 അവേഴ്സ്. അതായത് 2 ആംപിയറിന്റെ അഡാപ്റ്റർ ഉപയോഗിക്കുകയാണ്. ഇതിന്റെ കൂടെ കേബിൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ 2 ആംപിയറിന്റെ ആണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. 1 ആംപിയറിന്റെ ഇൻപുട്ട് ആണെങ്കിൽ 6 അവേഴ്സ് കൊണ്ട് ഫുൾ ചാർജ് ആവും. ഇതിന്റെ പറയുന്നത് 1 ആംപിയർ അഡാപ്റ്റർ, 5 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ 4 അവേഴ്സ് കൊണ്ട് ഫുൾ ചാർജ് ആവും. ഇനി ഞാൻ ഈ ടോർച്ചുകൾ രണ്ടും നിങ്ങളെ ഒന്ന് കാണിക്കാം. നമുക്ക് കണ്ടിട്ട് പുറത്തിറങ്ങി തെളിച്ച് കാണിക്കാം. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാട്ടോ, നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ കൂടെ വന്നിരിക്കുന്ന Type-C USB കേബിള്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ടോർച്ച് തന്നെയാണിത്. അത്രയ്ക്ക് ഞാൻ എക്സൈറ്റഡ് ആണ് ഈ ഒരു ടോർച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറയുന്നത് നുണയല്ലാന്ന് നിങ്ങളെ കൂടെ എനിക്ക് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പം ഇതാണ് കേട്ടോ ഫിലിപ്സിന്റെ ഏറ്റവും 3 വേരിയന്റ് ഉള്ളതിൽ ഏറ്റവും വലിയ വേരിയന്റ് ആണിത്. ഇത് ലെൻസ് ടൈപ്പ് ആണ്, നമുക്ക് സൂം ചെയ്യാം. ഇത് ഒരു സ്വിച്ച് ആണ് വരുന്നത്. പിന്നെ നമുക്ക് Type-C പോർട്ട് ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ ഒരു നമുക്കിങ്ങനെ കാഴ്ചയിലുള്ള സ്പെസിഫിക്കേഷൻസ്. ഇനി ഞാൻ ചെറുതൂടെ കാണിക്കാം. പിന്നെ അതിനകത്ത് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചൈന ടോർച്ച് അടിപൊളിയാന്നൊക്കെ. ഇതിൽ ഇത്രയും വെളിച്ചം കിട്ടുന്ന ഒരു ചൈന ടോർച്ച് കാണിച്ചു തരുവാണെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിരിക്കും കേട്ടോ അവർക്ക്. അത് അത്രയ്ക്ക് എനിക്ക് ഷുവറാണ്. ഇത്രയും വെളിച്ചം എന്തായാലും ഒരു ടോർച്ചിനും വരത്തില്ല. വേറെ ബ്രാൻഡഡ് ടോർച്ചുകൾ കാണും, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ചൈന ടോർച്ചിനും ഇത്രയും വെളിച്ചം കിട്ടത്തില്ല. പിന്നെ ഇതാണ് അതിന്റെ ഏറ്റവും ചെറിയൊരു മോഡൽ. 3 മോഡലിലെ ഏറ്റവും ചെറിയ മോഡൽ ഇതാണ്. അപ്പൊ ഇതും സൂമിങ് ഓപ്ഷൻ ഉള്ളതാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ട് ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഇത്രയാണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെയും USB കേബിൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ ഇത് തെളിച്ച് കാണിച്ചു തരാമേ. ഈ ടോർച്ചിനൊക്കെ 1 ഇയർ വാറണ്ടി കമ്പനി തരുന്നുണ്ടേ. അപ്പൊ നമുക്ക് പുറത്തിറങ്ങി നോക്കാം അല്ലെ.
ഇപ്പൊ ഞാൻ ലൈറ്റൊക്കെ പുറത്തെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് പുറത്തിറങ്ങി നിൽക്കുവാണ്. കണ്ടോ, നല്ല ഇരുട്ടാണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഈ ഇരുട്ടത്ത് വെച്ച് ഇതൊന്ന് തെളിച്ചു നോക്കാം. അപ്പൊ പുറത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ടോർച്ച് തെളിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വെളിച്ചം മനസ്സിലാവും. നോക്കിക്കേ, എത്ര വെളിച്ചം വന്ന്, എത്ര വൈഡായിട്ടാ കിട്ടുന്നത് നോക്കിക്കേ. ഇനി ഇതിന്റെ ഞാൻ കുറച്ചുകൂടെ താഴെ തോട്ടമുണ്ട്. അപ്പൊ തോട്ടത്തിലേക്ക് തെളിച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കണ്ടോ, എത്ര വൈഡായിട്ടാ കിട്ടുന്നതെന്ന് നോക്കിക്കേ. ഈ ഒരു പ്രദേശത്തൊക്കെ രാത്രിയിൽ ആരെങ്കിലും ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടോർച്ച് ഉണ്ട് നല്ല വ്യക്തമായിട്ട് കാണാം അല്ലേ. ഇതിപ്പോ ഞാൻ സൂം ചെയ്തിട്ടില്ല, ഇനി സൂം ചെയ്യുവാണേ. കണ്ടോ, എത്ര ദൂരേക്കാ പോയേക്കുന്നത്. ഇതാ ഈ തോട്ടത്തിന്റെ അങ്ങ് താഴെ വരെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു 600 മീറ്റർ ഒന്നും അല്ല, അതിൽ കൂടുതൽ ഇതിന് ഡിസ്റ്റൻസ് കിട്ടും. കാരണം അതിന്റെ അപ്പുറത്തേക്ക് കാണത്തില്ലാത്തതുകൊണ്ടാണ്. അത്രയ്ക്ക് പ്രകാശമാണ് ഇതിന്. ഇനി ഇത് സൂം ഔട്ട് ചെയ്തു. അപ്പൊ കണ്ടോ, ഇത്രയും വൈഡായി. എന്താ മരത്തിലേക്കൊക്കെ തെളിച്ചപ്പോഴത്തേക്കും കണ്ടോ എത്ര ദൂരത്തേക്ക് അത് പോണേന്ന് നോക്കിയുണ്ട് വെളിച്ചം. ഇതിപ്പോ ഞങ്ങളുടെ മുറ്റത്തെ ഒരു മാവാണേ. തവത്തലെ മാങ്ങകളൊക്കെ കണ്ടോ. ശരിക്കും പറഞ്ഞ പകല് പോലും ഇത്രയും മാങ്ങയുണ്ടെന്ന് മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, എത്ര ക്ലിയർ ആയിട്ടാ മാങ്ങകളൊക്കെ കാണാവുന്നതെന്ന്. ഒരു മാവ് മൊത്തം കാണാനായിട്ട് പറ്റും. അത്രയ്ക്ക് വെളിച്ചമുള്ള ടോർച്ചാണിത്. ഈ ടോർച്ചിന് 3 മോഡാണുള്ളത്: ഡിമ്മ്, ബ്രൈറ്റ്, ഫ്ലാഷ് ലൈറ്റ്. അപ്പൊ ഇതിപ്പോ ഇതിന്റെ ബ്രൈറ്റ് മോഡാണ്. ഇത് ഡിമ്മ് മോഡ്. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓപ്ഷൻ വരും. ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലോ ഫ്ലാഷ് മോഡ്. അത്രയും വേരിയേഷൻ ആണ്, അത്രയും മോഡാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് നമ്മൾ കണ്ട ചെറിയ മോഡലിന്റെ വെളിച്ചം ഒന്ന് നോക്കാം. കണ്ടോ, ഇതിനും നല്ല വെളിച്ചമാണ്. പിന്നെ ബാറ്ററിയുടെ പവർ കുറവാണ്, മറ്റേതിന്റെ അത്രയും ബാറ്ററി പവർ ഇല്ല. LED വാട്ട്സും കുറവാണ്. അതിന്റെ ഒരു വേരിയേഷനേ വരുന്നുള്ളൂ. പക്ഷെ നല്ല വെളിച്ചമുള്ള ടോർച്ച് തന്നെയാണ് ഇതും. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതും സൂം ചെയ്യുമ്പോൾ കണ്ടോ നല്ല ദൂരേക്ക് പോകുന്നുണ്ട്. തോട്ടത്തിന്റെ അങ്ങേയറ്റം വരെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് കഴിയുമ്പോൾ റോഡ് ഇത്രേ കാണത്തുള്ളൂ, അതുകൊണ്ടാണേ. കണ്ടോ, എന്നാലും റോഡിന്റെ അപ്പുറത്തുള്ള തോട്ടമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടോർച്ചിന്റെ മോഡുകളും ഇത് ബ്രൈറ്റ്, പിന്നെ ഡിമ്മ്, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് ലൈറ്റ്, ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലോ ഫ്ലാഷ് ലൈറ്റ്. അപ്പൊ ഈ ടോർച്ച് കൊണ്ട് നമുക്ക് ഈ മാവേലൊന്ന് തെളിച്ചു നോക്കാം അല്ലെ, മാങ്ങയൊക്കെ കാണാൻ പറ്റുമോന്ന്, വ്യത്യാസം ഉണ്ടോന്ന്. കണ്ടോ, ഇത് നോക്കിക്കഴിഞ്ഞാലും നന്നായിട്ട് പ്രകാശമുണ്ട്. പിന്നെ നമ്മുടെ വലിയ ടോർച്ചിന്റെ അത്രയും ഒരു വൈഡിൽ കിട്ടുന്നില്ല എന്നുള്ളൂ. പക്ഷെ എന്നാലും നന്നായിട്ട് ആ മാവ് മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വലിയ ടോർച്ചിന് ഒരു സ്പെസിഫിക്കേഷൻ കൂടി ഉണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ ടോർച്ച് തെളിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. ഇത് നമ്മൾ ഈ ടോർച്ചിന്റെ ബാറ്ററി എത്ര പെർസെന്റേജ് ഉണ്ടെന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ തെളിഞ്ഞ് കാണിക്കും. നമ്മൾ ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേയിൽ എത്ര പെർസെന്റ് ബാറ്ററി ചാർജ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. അപ്പൊ നമുക്ക് ലോ ബാറ്ററി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇതിന് 68% ബാറ്ററി ചാർജ് ഉണ്ട്. അതുപോലെ നമ്മൾ ടോർച്ചുകളൊക്കെ, റീചാർജബിൾ ടോർച്ചുകളൊക്കെ ഉപയോഗിക്കുമ്പം ബാറ്ററി ചാർജ് ഫുള്ള് തീരുന്നതിന് മുമ്പ് തന്നെ ചാർജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ നമ്മൾ ഇത് ചാർജ് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താലാണ് ടോർച്ചുകൾക്ക് ലൈഫ് കിട്ടുള്ളൂ, ബാറ്ററിക്ക് ലൈഫ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ഒക്കെ ഡാമേജ് ആയി പോകും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതും പോലെയും കൂടി ഇരിക്കും ഇതിന്റെയൊക്കെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി തെളിച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രകാശത്തെ പറ്റിയൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ വെറുതെ തള്ളുന്നതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 ടോർച്ചുകളും ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു വേരിയൻറ്റും കൂടെ ഉണ്ട്, അതോടെ തന്നെ സ്റ്റോക്ക് ആകും. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അതുകൂടി ഞാൻ പറയാം. ഇതിൻ്റെ ഈ വലുതിൻ്റെ വില MRP 5000 ചെറുതിൻ്റെ MRP 3500 പക്ഷേ നമ്മളിപ്പോൾ ഇത് 25 to 30% ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ദൂരെയുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് ഞങ്ങൾ കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.